ആണിനെ അറിയാനും അവൻ്റെ ശരീരസുഖം അറിയാനും വേണ്ടിയാണ് നീ എൻ്റെ മകനൊപ്പം ഈ വീട്ടിലേക്ക് വന്നതെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ നിന്നെ കയറ്റാൻ ഞാൻ എന്നേക്കുമായിട്ടോ എൻ്റെ മരുമകളായിട്ടോ അല്ല, ഇന്നൊരു പകലിലേക്ക് മാത്രം. രാത്രിയാവും മുമ്പ് മടങ്ങിപ്പോയിരിക്കണം. നീ വന്നത് എവിടെ നിന്നാണോ അവിടേക്ക്. സമ്മതമാണെങ്കിൽ വീടിനുള്ളിലേക്ക് അവനൊപ്പം കയറിക്കോ. നീ തൻ്റെ മുന്നിൽ വന്നു നിന്ന് സൗമ്യഭാവത്തിൽ പറയുന്ന അനൂപിൻ്റെ അമ്മയെ ഒരു ഞെട്ടലും പകപ്പ് ഒരുപോലെ തിങ്ങിയ ഭാവത്തിൽ തുറച്ചു നോക്കി ഗായത്രി. അവര് തന്നോട് പറഞ്ഞതും താൻ കേട്ടതും ഒന്നു തന്നെയാണോ എന്നൊരു ചിന്തയും അവളുടെ ആ ഞെട്ടലിനിടയിൽ ഉള്ളിലുയർന്നു വന്നു. പകപ്പ് നിറഞ്ഞ അവളുടെ കണ്ണുകൾ തനിക്കരികിൽ നിൽക്കുന്ന അനൂപിനെ തേടിയതും കണ്ടു രക്തം വാർന്ന് വിളറിയ മുഖത്തോടെ അമ്മയെ തുറച്ചു നോക്കുന്ന അവനെ. എന്താ കുട്ടിയുടെ തീരുമാനം? അവർക്ക് നേരെ തിരിഞ്ഞ് വീണ്ടും ചോദിച്ചു അവർ. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ എന്താ പറഞ്ഞത്? അനൂപ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഉള്ളിലെ ഭയമടക്കി ചോദിച്ചു ഗായത്രി. തൻ്റെ മകനൊപ്പം തനിക്ക് മുൻപിൽ നിൽക്കുന്നവളിലാണ് രാധയുടെയും കണ്ണുകൾ. ഗായത്രിയുടെ പേടിച്ചും പതറിയുമുള്ള ചോദ്യം കേട്ടതും രാധയുടെ കണ്ണുകൾ ഗായത്രിയിൽ നിന്ന് അനൂപിലേക്കൊന്നു തെന്നിയതും കണ്ടു. തന്നെ ജീവനോടെ ഇരിക്കാനുള്ള ദേഷ്യത്തിൽ തന്നെ നോക്കി പല്ലിറുമുന്ന അവനെ, അവൻ്റെ ആ ദേഷ്യവും ഭാവവും പുച്ഛം തെളിഞ്ഞു അവനെ നോക്കിയ രാധയുടെ കണ്ണുകളിൽ. ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല കുട്ടി. നീ എന്ന പെണ്ണിന് ആവശ്യം എൻ്റെ മകനായ ഇവൻ്റെ ശരീരമാണെങ്കിൽ ഇന്നൊരു പകൽ ഞാൻ എൻ്റെ ഈ വീട് നിങ്ങൾക്കായി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നടത്തിയെടുക്കാനായി തരാമെന്നാണ്. ഈയൊരു പകല് പോരാ നിനക്കെൻ്റെ മകനെ അറിയാൻ, അല്ല അവൻ്റെ ശരീരത്തെ അറിയാൻ പോരാ എന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ വേറെ സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം രാത്രി നിങ്ങളുടെ ആവശ്യം ഇവിടെ വെച്ച് നടത്തി തരാൻ പറ്റില്ല എനിക്ക്. കാരണം ഈ വീട്ടിൽ എന്നെ കൂടാതെ വേറെയും 2 സ്ത്രീകളുണ്ട്, എൻ്റെ പെൺകുട്ടികൾ, ഇവൻ്റെ അനിയത്തിമാർ. വിവാഹപ്രായം എത്തി നിൽക്കുന്ന അവരുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും നടത്താൻ എനിക്ക് സമ്മതമില്ല. മാത്രമല്ല അവരുടെ ഏട്ടൻ ഇത്രയ്ക്കും തരം താണ ഒരുവനാണെന്ന് അവരറിയണ്ട തൽക്കാലം. അതാണ്. ശബ്ദം ഇടറാതെ ഉറപ്പോടെ രാധ പറയുന്ന വാക്കുകൾ ഓരോന്നും ഗായത്രിയിലൂടെ ഒരു വിറയൽ സൃഷ്ടിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. അനൂപ്, ഇതെന്തൊക്കെയാണ് നിന്റെ അമ്മ ഈ വിളിച്ചു പറയുന്നത്? ഇതെല്ലാം കേട്ടിട്ടും നീ എന്താണൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിന്റെ അമ്മയോട് പറയടാ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന്. ഒരുമിച്ച് ജീവിക്കാൻ ഉറച്ച് വീടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് നിനക്കൊപ്പം വന്നതാണെന്ന്. ശരീരസുഖം നോക്കി കാമം തീർക്കാൻ വന്നതല്ല എന്ന് പറയടാ. എടാ പറയ്. അമ്മയുടെ വർത്തമാനം അത്രയും കേട്ട് മിണ്ടാതെ നിൽക്കുന്ന അനൂപിനെ പിടിച്ചുകുലുക്കി കണ്ണീരോടെ അവനോട് അലറി പറഞ്ഞു ഗായത്രിയെങ്കിലും നിന്ന ഇടത്തു നിന്ന് ഒന്നനങ്ങുകയോ ഒരു വാക്ക് അവളോട് അല്ലെങ്കിൽ അമ്മയോടോ പറയുകയോ ചെയ്തില്ല അവൻ. അവനൊന്നും മിണ്ടില്ല കൊച്ചേ. കാരണം നീ വന്നത് അവനൊപ്പം നിന്റെ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടിയാവും. പക്ഷേ അവൻ നിന്നെ കൊണ്ടുവന്നത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും മണിക്കൂറുകൾ നിന്നോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ്. നിന്നോടവൻ പറഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്, പറഞ്ഞിട്ടില്ലേ? അനൂപ് എന്നൊരാൾ അവിടെ ഉണ്ട് എന്നത് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ ഗായത്രിയോട് രാധ ചോദിച്ചതും വിളറി അനൂപ് ഒന്നുകൂടി. ഗായത്രിയിലും ഞെട്ടലാണ്. കാരണം അനൂപ് അവളോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളത് അവളെ കൊണ്ടുവരുന്നത് സ്വന്തം വീട്ടിലേക്കാണെന്നവൻ പറഞ്ഞിരുന്നില്ല അവളോട്. അനൂപിന്റെ ഭാവവും ഗായത്രിയുടെ ഞെട്ടലും നോക്കിക്കണ്ട രാധയ്ക്ക് പക്ഷേ കൂസലൊന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ ഇതെന്നൊരു ചോദ്യം മാത്രം തെളിഞ്ഞു നിന്നവരുടെ മുഖത്ത്. കുട്ടിയുടെ പേരറിയില്ല എനിക്ക്. വീടോ കുടുംബമോ ഏതെന്നോ കുട്ടി ആരുടെ മകളാണെന്നോ അറിയില്ല എനിക്ക്. അറിയുന്നതൊന്നു മാത്രമാണ്, എൻ്റെ ഈ നിൽക്കുന്ന മകനൊരു വൃത്തികെട്ടവരാണെന്നത് മാത്രമാണ്. പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പറഞ്ഞ് മയക്കി ചതിക്കുന്ന ഒരുവനാണിവൻ. കുട്ടിക്ക് മുമ്പും ഇവൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിതെല്ലാം അറിഞ്ഞത് പക്ഷേ ഇന്നലെയും ഇന്നും ആയിട്ടാണെന്ന് മാത്രം. കുട്ടിയെ എന്തു പറഞ്ഞാണ് അവൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്? എന്നോട് അനൂപ് പറഞ്ഞത് വിവാഹം നാളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. താമസിക്കാനുള്ള സ്ഥലം റെഡിയാവാനും വൈകുന്നേരം ആവും. അത് റെഡിയാവും വരെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ സംസാരിച്ചിരിക്കാം എന്നൊക്കെയാണ്. സ്വന്തം വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. ഞാനൊരാണിൻ്റെ ഈ ശരീരം മോഹിച്ച് വന്നവളും അല്ല. അത്ര തരം താഴ്ന്ന പെണ്ണല്ല ഞാൻ. ഇവനെന്നെ പറഞ്ഞ് പറ്റിച്ചു, സ്നേഹം കാണിച്ചു വഞ്ചിച്ചു. നിർത്താതെ ഒഴുകുന്ന കണ്ണുകൾ തുടച്ചു നീക്കി അനൂപിൻ്റെ നേരെ തിരിഞ്ഞവൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടു ഗായത്രി. നീ വലിയ പുണ്യാളത്തി. ആരെങ്കിലും എന്തെങ്കിലും 2 പഞ്ചാര വർത്തമാനം പറയുമ്പോഴേക്കും കെട്ടും മാറാപ്പും എടുത്ത് വീട് വിട്ടിറങ്ങുന്ന നീ ഭൂലോക പിഴയല്ലാതെ പിന്നെ ഓരാണടി. കൈയെടുക്കടി ദേഹത്തൂന്ന്. പറയുന്നതിനൊപ്പം ഗായത്രിയുടെ കൈകൾ ഷട്ടിൽ നിന്ന് ശക്തിയായി കുടഞ്ഞെറിഞ്ഞു അനൂപ്.
അനൂപിന്റെ സംസാരവും അന്നേരത്തെ അവന്റെ ഭാവവും ഭയന്നൊരടി നിന്നിടത്തു നിന്ന് പുറകോട്ട് നീങ്ങിപ്പോയി ഗായത്രി, അവൾ അറിയാതെ തന്നെ. അനൂപേ, അനാവശ്യം പറയരുത്. നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിശ്വസിച്ചിറങ്ങി വന്നത്. എന്റെ ആ സ്നേഹത്തെയും വിശ്വാസത്തെയാണ് നീ മുതലെടുക്കാൻ ശ്രമിച്ചത്. നീയാണ് ചതിയൻ, നീയാണ് പിഴച്ചവൻ. ആദ്യത്തെ ഒരു ഞെട്ടൽ മാറിയതും ഭയമെല്ലാം മാറ്റിവെച്ച് അനൂപിന് നേരെ ചീറ്റിച്ചെന്നു ഗായത്രി. ആ സമയത്തെ അവളുടെ സംസാരത്തിലും ചേഷ്ടകളിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തിനുമെല്ലാം അലസമായി അലഞ്ഞു രാധയുടെ കണ്ണുകൾ. അതല്ലാതെ ഗായത്രിയുടെയോ അനൂപിന്റെയോ വാക്പോരിനുള്ളിലേക്ക് കയറി ചെന്നതേയില്ല അവർ. അതേടി, എന്റെ തള്ള പറഞ്ഞതുപോലെ ഞാൻ ആളിത്തിരി പിഴ തന്നെയാണ്. അല്ലല്ല, ഇത്തിരിയല്ല, നല്ല പിഴ തന്നെയാണ്. നീയും ആള് മോശമൊന്നുമല്ലല്ലോ. എന്നെക്കാൾ മോശമാണ് നീയെന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ എൻ്റെ ഒപ്പം കൂട്ടിയത്. ഈ സ്ത്രീ നമുക്കിടയിൽ ഇപ്പോൾ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നടത്തിയെടുത്ത് നിന്നെ എൻ്റെ പിന്നാലെ ഈ ജീവിതകാലം മുഴുവൻ നടത്തിച്ചേനെ ഞാൻ. ഇതെല്ലാം തകർത്തത് ഇവരൊരാളാണ്. നിങ്ങളെങ്ങനെ വന്നതിൻ്റെ ഇടയിൽ കയറുതള്ളേ? മനുഷ്യൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാനായിട്ട് ഞാൻ ഇവളെ എൻ്റെ കാൽ ചുവട്ടിലെത്തിച്ചതിനു ശേഷം മതിയായിരുന്നില്ലേ ഞങ്ങൾക്കിടയിലേക്കുള്ള എഴുന്നള്ളിപ്പ്? കാഴ്ചകൾ കണ്ട് രസിച്ചു നിൽക്കുന്ന രാധയുടെ നേർക്കായി പിന്നെ അനൂപിന്റെ ചാട്ടം. ഇതിനിടയിൽ ഗായത്രിയുടെ കണ്ണുകൾ രാധയിലേക്കും അവർക്ക് പിന്നിലായി കാണുന്ന അനൂപിന്റെ വീടിനുള്ളിലേക്കുമെല്ലാം തെന്നിച്ചെല്ലുന്നുണ്ട്. IT പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞിട്ടാണ് അനൂപ് ഗായത്രിയെ പരിചയപ്പെടുന്നത്. രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഇക്കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അവൻ അങ്ങനെ തന്നെയായിരുന്നു. അവൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവന്റെ അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. വളരെ മോഡേണായ സുന്ദരിയായ നല്ല തന്റേടമുള്ള ഒരമ്മ. സഹോദരിമാരില്ല. അവൻ പറഞ്ഞത് പ്രകാരം അവന് കൂടാതെ താമസം ടൗണിലെ VIP-കൾ മാത്രം താമസിക്കുന്ന പോഷ് ഏരിയയിലും. അമ്മയും അവനും മാത്രമുള്ള സ്വർഗതുല്യമായ ജീവിതത്തിലേക്കാണ് അവൻ എന്നും തന്നെ ക്ഷണിച്ചിരുന്നത്. താനും അവനൊപ്പം അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും. അതിനുവേണ്ടി മാത്രമാണ് തന്റെ മറ്റ് ആൺ സുഹൃത്തുക്കളെയെല്ലാം നിഷ്കരുണം താൻ ഉപേക്ഷിച്ചതുപോലും. എന്നാലിപ്പോൾ കൺമുന്നിൽ കാണുന്നതോ അനൂപിന്റെ ചതിയിൽ താൻ വീണിരുന്നുവെങ്കിൽ തന്റെ സ്വപ്നങ്ങൾക്ക് നേർ വിപരീതമായൊരു ജീവിതമാണ് തന്നെ ഇവിടെ കാത്തിരിക്കുന്നത് എന്ന അറിവിൽ നന്ദിയോടെ രാധയെ നോക്കി ഗായത്രി. കൃത്യസമയത്തുള്ള അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് ചിന്തിക്കാൻ പോലും വയ്യാതെ അനൂപിനെ എരിയുന്ന മിഴികളോടെ നോക്കി വേഗത്തിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു ഗായത്രി. അനൂപിന്റെ പിൻവിളികൾക്കും ഭീഷണികൾക്കും കാതുകൊടുക്കാതെ വേഗത്തിൽ അവിടെ നിന്ന് നടന്നകന്നു അവൾ. കൺമുന്നിൽ നിന്ന് അകന്ന് ദൂരേക്ക് ഗായത്രി നടന്നു മറഞ്ഞതും അനൂപിന്റെ തോളിൽ അവന് വേദനിക്കും വിധം ഒന്നടിച്ചു രാധ. ഹാവോ എന്റെ അമ്മേ! വേദനിച്ചെടുത്ത് തടവി കള്ളച്ചിരിയോടെ രാധയെ നോക്കി അനൂപ്. ഇനിയും ഉണ്ടോടാ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ബാഗും തൂക്കി വീടും വിട്ടിറങ്ങി നിന്നെ തിരക്കി വരാൻ? ഉണ്ടെങ്കിൽ പറ, അതുകൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഷമൊക്കെ മാറ്റി ഈ കോളനിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാൻ. മനുഷ്യനെ ഓരോ വേഷവും കെട്ടിച്ച് നാടക ഡയലോഗും പഠിപ്പിച്ച് ഇറക്കി വിട്ടേക്കുവാണിവൻ. താൻ തല്ലിയ അനൂപിന്റെ ചുമലിൽ മെല്ലെ തലോടിക്കൊടുത്ത് രാധ അല്പം ദേഷ്യത്തിൽ അവനോട് പറഞ്ഞതും അമ്മയെ തന്നോട് ചേർത്തിറുക്കി പുണർന്നു അനൂപ്. എൻ്റെ അമ്മയെ ഞാൻ വേഷം കെട്ടിക്കില്ലായിരുന്നു അമ്മേ. അവളൊരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ, അവൾക്കുള്ള ഒരുപാട് ബന്ധങ്ങളിലെ ഒരാളല്ലായിരുന്നു ഞാനെങ്കിൽ, അവൾ മോഹിച്ചത് നമ്മുടെ സമ്പത്തിനെ അല്ലായിരുന്നുവെങ്കിൽ. വാടിയൊരു ചിരിയോടെ അനൂപ് പറയുമ്പോൾ രാധ തിരിച്ചറിയുന്നുണ്ട് അവൻ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണെന്ന്. തന്റെ മോന്റെ നിഷ്കളങ്ക സ്നേഹത്തിന് യോഗ്യയല്ല ഗായത്രിയെന്നും വ്യക്തമായി അറിയാൻ രാധയ്ക്ക്. അവന് ചേർന്ന ഒരുവൾ വരുമെന്ന പ്രതീക്ഷയിൽ ആ കോളനിയിൽ നിന്ന് അവർ അമ്മയും മകനും മടങ്ങുമ്പോൾ തന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ചേർന്ന ഒരുവനെ മടങ്ങും വഴി തന്നെ തിരഞ്ഞു തുടങ്ങിയിരുന്നു ഗായത്രിയും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.